സർ, ഫ്രാൻസിൽ പ്രതിഷേധം കനക്കുകയാണ്. അവിടുത്തെ പ്രധാനമന്ത്രിയായിരുന്ന മാക്രോണിന്റെ പേരെഴുതിയ പന്നിത്തലകൾ റോഡുകളിലൊക്കെ ഉരുളുകയാണ്. അത്തരത്തിൽ അവർ പ്രതിഷേധം വ്യാപിപ്പിച്ചിരിക്കുകയാണ്. വിശ്വാസ വോട്ടെടുപ്പിൽ അവരാഗ്രഹിച്ച രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ടു നീങ്ങിയില്ല എന്ന് കണ്ടപ്പോഴാണ് പ്രതിഷേധക്കാർ രംഗത്തിറങ്ങിയത്, കലാപാഹ്വാനം നടത്തിയത് എന്നൊക്കെ നമ്മൾ അറിയുന്നു. ഈ ഈ രീതിയിൽ ഫ്രാൻസിന്റെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തെ എങ്ങനെ വിലയിരുത്താം? ഫ്രാൻസിൽ ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത് അതൊരു കുറച്ച് കാലമായിട്ട് 2018 തൊട്ട് തുടങ്ങിയ ചില പ്രതിഷേധങ്ങളുടെ തുടർച്ചയായിട്ടാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മാക്രോൺ ഇപ്പം ഈയിടെ ഇപ്രാവശ്യം വളരെ ഒരു നേരിയ സ്ലിപ്പിലാണ് ഫ്രഞ്ച് പ്രസിഡൻ്റായിട്ട് മാറിയത്. അപ്പം അദ്ദേഹം ഈ ഒരു വർഷത്തിനിടയിൽ 4 പ്രധാനമന്ത്രിമാരെ മാറ്റി. ഇപ്പം പാരീസിലെ തെരുവുകളിലൊക്കെ ഒരു പോസ്റ്ററുണ്ട്, വാണ്ടഡ് പ്രൈം മിനിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഇയാളെ കളിയാക്കാനായിട്ട് പോസ്റ്ററുകളൊക്കെ ഒട്ടിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇവർ അടിസ്ഥാനപരമായിട്ട് മാധ്യമങ്ങൾ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇവരുടെ ഫിസിക്കൽ പോളിസീസ് ആണ് ഇതിൻ്റെ അകത്തെ ഇഷ്യൂസ് എന്നാണ് പറയുന്നത്. അതായത് 4000 കോടി യൂറോയുടെ ഫൈനാൻഷ്യൽ കട്ട് ബജറ്റിൻ്റെ അകത്ത് കൊണ്ടുവരാൻ തുടങ്ങുന്നതിനെ പറ്റി അതിനോട് ഉള്ള പ്രതിഷേധമായിട്ടാണ് ഇപ്പോൾ അവിടെ ആളുകൾ തെരുവിലായിരുന്നത്. അതായത് എല്ലാം അവസാനിപ്പിക്കുക, കംപ്ലീറ്റ് ബ്ലോക്ക്, ടോട്ടൽ ബ്ലോക്ക് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മളുടെ ഗാന്ധിയൊക്കെ ഉപയോഗിച്ചിരുന്ന നിയമ നിഷേധം എന്ന് പറയുന്ന ഒരു ലൈനാണ് അവിടുത്തെ ജനങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത്. ഫ്രാൻസിനെ സംബന്ധിച്ചിടത്തോളം അത് യൂറോപ്പിലെ ഒരു വളരെ ശ്രേഷ്ഠമായ രാജ്യമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. കാരണം വളരെ സ്വാതന്ത്ര്യമുണ്ട്, പിന്നെ കലയുടെയും സാഹിത്യത്തിൻ്റെയും പാർട്ടി അല്ലെങ്കിൽ പൊളിറ്റിക്സിൻ്റെയൊക്കെ ഒരു ഈറ്റില്ലമായിട്ട് പാരീസ് കണക്കാക്കാറുണ്ട്. എങ്കിൽ പോലും അവര് മറ്റ് യൂറോപ്യൻസിനെ അവര് താഴ്ന്ന ആളുകളായിട്ടാണ് കാണുന്നത്. അതുകൊണ്ടാണ് അവര് പന്നിയിറച്ചിക്ക് ബീക്കൺ എന്ന് പറഞ്ഞ പേരിട്ടേക്കുന്നത്. അല്ലാതെ മറ്റവർ പറയുന്ന ഭാഷയിലൊന്നും അവർ ഉപയോഗിക്കില്ല, അവർക്ക് വ്യത്യസ്തത വേണം. അപ്പൊ ഇപ്പൊ സംഭവിച്ചിരിക്കുന്നത് ഈ പറയുന്ന അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഭക്ഷണമായ അതായത് ഈ പറയുന്ന വരാഹ ശിരസിൽ മാക്രോണിന്റെ പേരെഴുതിയിട്ട് റോഡ് നീളെ നിരത്തി വെച്ചിരിക്കുകയാണ്. നമുക്കും വേണമല്ലോ ഒരു ബഹുമാനപൂർവ്വം ഫ്രാൻസിനോട് സംവാദിക്കേണ്ടത്. അല്ലാതെ പന്നിത്തല എന്ന് പറഞ്ഞതിനെ മോശമാക്കരുത്, വരാഹ ശിരസ് എന്ന് പറയുന്നതാണ് ഏറ്റവും നല്ലത്. അത് അദ്ദേഹത്തിനെ തോണ്ടാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഈ പറയുന്ന സമൂഹം ചെയ്തിരിക്കുന്നത്. ഇതും വിദ്യാർത്ഥികളും യുവാക്കളും സോഷ്യൽ മീഡിയയും കൂടെ ഉൾപ്പെട്ട ഒരു സംഭവത്തിന്റെ പ്രോഡക്റ്റാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതും നമുക്കവിടെ പറയാം. പക്ഷേ അടിസ്ഥാനപരമായ കാര്യങ്ങൾ എന്താണ് എന്നുള്ളതിൻ്റെ അകത്ത് വ്യക്തത തീരെ പോരാ. കാരണം ലീപ്പൻ എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവ്, അല്ലെങ്കിൽ മാക്രോണിന്റെ ആയിട്ട് മത്സരിച്ച് പരാജയപ്പെട്ട് 2027 തിരിച്ചു വരും എന്ന പ്രതീക്ഷയുള്ള കൺസർവേറ്റീവ് ആയിട്ടുള്ള കക്ഷിയുടെ നേതാവാണ് ലീപ്പൻ. ആ മേഡം പറയുന്നത് അവിടെ അതിഭീകരമായിട്ട് കത്തോലിക്കരെ ഉപദ്രവിക്കുന്നു. ഫ്രാൻസിൽ കത്തോലിക്കർക്ക് ജീവിക്കാൻ നിർവാഹമില്ല അത്ത ഒരവസ്ഥ വന്നിരിക്കുന്നു എന്നാണ്. ഇവിടെ ചില സംഘടനകളും ചില മതങ്ങളും ഒക്കെ ഇവിടെയും അതിന് സമാനമായിട്ടുള്ള, അതായത് കാസയൊക്കെ പറയുന്നത് പോലെയാണ് ഇപ്പം ലീപ്പൻ പറഞ്ഞേക്കുന്നത്. നമുക്കിവിടെ ജീവിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ഒരു ഇഷ്യൂസൊക്കെ ഫ്രാൻസിലുണ്ട്. അതിനുള്ള കാരണമായിട്ട് അവർ ചൂണ്ടിക്കാണിക്കുന്ന കാരണം എന്ന് പറയുന്ന അഭയാർത്ഥികൾക്ക് നൽകിയ സംരക്ഷണമാണ്. ഫ്രാൻസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു സാംസ്കാരിക നിലവാരത്തിന്റെ ഭാഗമായിട്ട് അഭയം തേടി വരുന്നവർക്കെല്ലാം അഭയം കൊടുക്കും. പക്ഷെ അഭയം കൊടുത്ത് തുടങ്ങിയിട്ട്
അത് ഇപ്പോൾ അതിന്റെ എല്ലാ ലിമിറ്റുകളും കടന്നിരിക്കുന്നു എന്നാണ് ലീപ്പൻ പറയുന്നത്. പക്ഷേ എങ്കിൽ പോലും അവരുടെ ഒരു പാരമ്പര്യവും ആഠ്യത്വം ഒക്കെ വെച്ചിട്ട് ഇപ്പോഴും മാക്രോൺ പറയുന്നത് എന്താണ്, അവിടെ ഗാസയിലെ ഉള്ള ആക്രമണത്തിനെ അപലപിക്കുന്നു, ഉക്രൈനെതിരായിട്ട് നിൽക്കുന്നു. അങ്ങനെ അത് അവരുടെ ഒരു ആഠ്യത്വത്തിന്റെ ലക്ഷണം എന്ന നിലയിൽ അവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഫാക്ട് എന്ന് പറയുന്ന സംഗതി ഫ്രഞ്ച് ജനതയ്ക്ക് ജീവിതം ദുസ്സഹമായിക്കൊണ്ടിരിക്കുകയാണെന്നാണ് ലീപ്പൻ പറയുന്നത്. അപ്പൊ അതിന്റെ കാര്യം നാലുപേർ പറയുന്ന അവരുടെ പള്ളികൾ ആക്രമിക്കുന്നു, പിന്നീട് അവരുടെ അവസരങ്ങൾ ചൂഷണം ചെയ്യുന്നു, അവർക്ക് എന്താണ് അഭയാർത്ഥികൾക്ക് വേണ്ടതിൽ കൂടുതൽ ആനുകൂല്യങ്ങളും സംരക്ഷണമൊക്കെ നൽകുന്നു എന്നുള്ളതാണ് ലീപ്പന്റെ പരാതി. അത് ഒരു വലിയ ഇഷ്യൂ ആയിട്ട് ഉയർന്നു വരാനുള്ള സാധ്യതയുണ്ട് വരും കാലങ്ങളിൽ. ഇപ്പം 2025 2027 അടുത്ത തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നത്. ആ സമയം വരെ ലീപ്പന് ഇത് ചൂടുപിടിപ്പിച്ചുകൊണ്ടിരിക്കും, അതിന് സംശയമൊന്നുമില്ല. അപ്പൊ ഈ ലോകത്ത് പൊതുവേ ഉള്ള ഒരു പുതിയ ഒരു മാറ്റം എന്ന് പറയുന്നത് അവരുടെ പാരമ്പര്യത്തിലേക്ക്, ഒറിജിനിലേക്കൊക്കെ തിരിച്ചു പോകാനുള്ള മോഹം ഇവർക്കുണ്ട്. ഒന്നാമത്തെ അവിടുത്തെ ജനതയ്ക്കുണ്ട്. അത് ഈ സംസ്കാരം എന്ന് പറയുന്നത് അവരുടെ ആ ജനതയുടെ ജനിതകത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള കോഡുകളാണ്. അതിനെ ഏതെങ്കിലും പ്രത്യയശാസ്ത്രങ്ങൾ കൊണ്ടോ മതം കൊണ്ടോ ഒക്കെ മാറ്റാൻ വലിയ പാടായിരിക്കും. രണ്ടാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഇസ്രയേലിന്റെ ഈ തിരിച്ചടിയാണ്. അതായത് എന്താടാ, ആരാടാ എന്ന് ചോദിച്ചാൽ എന്താടാ എന്ന് തിരിച്ചു ചോദിക്കുന്ന നേതാക്കന്മാരെയാണ് ഇപ്പോൾ ആളുകൾ ഇഷ്ടപ്പെട്ടു തുടങ്ങിയിരിക്കുന്നത്. ആ ഒരു വിഷയം കൂടെ വരുമ്പോൾ ആണ് ഈ ഇപ്പോൾ പാരീസിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഘർഷം എന്ന് പറയുന്നത് വലിയ ഒരു തലത്തിലേക്ക് പോകാനാണ് സാധ്യത. അതിനെ ലീപ്പൻ, അതായത് കൺസർവേറ്റീവ് അവിടുത്തെ യാഥാസ്ഥിതിക കക്ഷികൾ മുതലെടുക്കാനുള്ള എല്ലാവിധ സാധ്യതയുണ്ട്. വരും ദിവസങ്ങളിൽ അതിന്റെ ലക്ഷണങ്ങൾ നമുക്ക് കാണാം. ഇത് 2018 തുടങ്ങിയ അത്രയും രൂക്ഷതയില്ലെന്നൊക്കെയാണ് ലോകമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതിനുള്ള കാരണം എന്ന് പറയുന്നത് അഭയാർത്ഥികളോട് ലോകമാധ്യമങ്ങൾക്കും എന്താണ് പുരോഗമനവാദികൾക്കുമുള്ള ഒരു മാർജിൻ, അല്ലെങ്കിൽ ഒരു ആനുകൂല്യം, അവരോടുള്ള ഒരു സഹതാപം കൊണ്ട് ആണ് മാധ്യമങ്ങൾ അങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ അവിടുത്തെ ശരിക്കുമുള്ള അവസ്ഥ എന്ന് പറയുന്ന, ഫ്രാൻസിലുള്ള ശരിക്കുമുള്ള അവസ്ഥ എന്ന് പറയുന്നത്, ഈ പറയുന്ന ഫ്രഞ്ച് ജനതയിലെ ഒരു നല്ല ഭാഗം അവര് അജിറ്റേറ്റഡ്, അവര് ആന്തരികമായിട്ട് സംഘർഷത്തിലാണ്, അവർക്ക് വിഷമമുണ്ട്, അവരുടെ അവസരങ്ങൾ നഷ്ടപ്പെടുന്നതിൽ വിഷമമുണ്ട്. അപ്പം അത് അതിനകത്ത് ഒരു പരിഹാരം ഉണ്ടായില്ലെങ്കിൽ മാക്രോണിന്റെ കാര്യത്തിൽ വലിയ പ്രതീക്ഷയൊന്നും വെച്ച് പുലർത്തേണ്ടി വരികയില്ല. ലീപ്പന് ഈ റേസിൽ മുന്നേറാനുള്ള സാധ്യതയും. ഈ രീതിയിൽ മാക്രോണും അല്ലെങ്കിൽ ഫ്രാൻസിൽ ഇത്തരം വിഷയങ്ങൾ നടക്കുന്നു എന്ന് പറയുമ്പോഴും ഏത് രീതിയിൽ ഈ വിഷയം അവസാനിപ്പിക്കാനാണ് അല്ലെങ്കിൽ അവസാനിക്കാനാണ് സാധ്യത? കാരണം യുവതലമുറ ഉൾപ്പെടെ തെരുവിലാണിന്ന്. അവിടെ ആ രീതിയിൽ അവർ വളരെ അക്രമകാരികളായി കലാപത്തെ നയിക്കാൻ അവർ മുതിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ വിഷയം ഏത് രീതിയിൽ ഫ്രാൻസിൽ അവസാനിക്കാനാണ് സാധ്യത? അല്ലെങ്കിൽ അവിടെയുള്ള ഗവൺമെന്റിന് എടുക്കാൻ കഴിയുന്ന ചില മുൻകരുതലുകൾ, അല്ലെങ്കിൽ വിഷയം അവസാനിപ്പിക്കാൻ എടുക്കാൻ കഴിയുന്ന ചില തീരുമാനങ്ങൾ അതെന്തൊക്കെയാണ്? അത് ഇപ്പോഴത്തെ പുതിയ തലമുറയുടെ വിപ്ലവം വളരെ വൈകാരികമായിട്ടുള്ള പ്രതിഷേധങ്ങളാണ് നടക്കുന്നത്. പ്രത്യയശാസ്ത്രങ്ങളൊന്നും അവരെ സ്വാധീനിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. ഇപ്പം നേപ്പാളിൽ സംഭവിച്ചതാണ്. അതിന്റെ പിന്നിൽ ഒരു പ്രത്യയശാസ്ത്രവും ഇല്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവർ വൈകാരികമായിട്ട് എന്താണ് നിജസ്ഥിതി, എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ, അതിനനുസരിച്ച് പ്രതികരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതില് ഇപ്പം നമ്മളുടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തൊഴിൽ നൽകുക എന്നുള്ളതാണ്. അതായത് ഒരു ജോലിയിൽ ആളുകളെ ഏർപ്പെട്ട് തുടങ്ങുകയാണെങ്കിൽ വളരെ ശാന്തരാകും. അപ്പൊ തൊഴിലവസരം ഉണ്ടാവണം, ഭക്ഷണം ഉണ്ടാവണം, പിന്നീട് അവർക്കുള്ള റിക്രിയേഷൻ, ഈ 3 സംഗതികൾ ഉണ്ടാകുകയാണെങ്കിൽ മാത്രമേ ഇത് ചെയ്യുന്നു. പക്ഷെ ഇപ്പോഴിരിക്കുന്ന ഭരണാധികാരികൾ എന്ന് പറയുന്ന അവരൊക്കെ പ്രത്യയശാസ്ത്രത്തിന്റെ വണ്ടി ഉന്തി വന്ന കക്ഷികളാണ്. അവർക്ക് ഇത് വലിയ പ്രയാസമായിരിക്കും. പിന്നീട് മതം ഇതിൻ്റെ അകത്ത് ചാടി വീണ് കഴിഞ്ഞാൽ എന്തൊക്കെ സംഭവിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം മാക്രോണിന് ഇതിൽ നിന്നും ഉരണം എന്നുണ്ടെങ്കിൽ അവിടുത്തെ തൊഴിലില്ലായ്മ, പെൻഷൻ കട്ട് പിൻവലിക്കുക, പിന്നീട് എന്താണ് ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുക, വീട്,
വീടും ഒരു വലിയ പ്രശ്നമാണ്. അവിടെ ഈ കോസ്റ്റ് ഓഫ് ലിവിംഗ് എന്ന് പറയുന്ന പാരീസിലൊക്കെ വളരെ കൂടുതലാണെന്നാണ് പറയപ്പെടുന്നത്. അപ്പം ഇത്തരം സംഗതികളിൽ ഉള്ള ഒരു ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു നടപടികൾ ഉണ്ടായെങ്കിൽ മാത്രമേ ഇത് കണ്ടെയ്ൻ ചെയ്യാൻ പറ്റൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. യെസ്. എന്തായാലും ഫ്രാൻസിൽ നടക്കുന്ന ഇത്തരം വിഷയങ്ങളെ അശോക് സാർ സൂചിപ്പിച്ചതുപോലെ അവസാനിപ്പിക്കേണ്ടതുണ്ട്. മാത്രമല്ല നേപ്പാളിൽ ഉൾപ്പെടെ നമ്മൾ കണ്ടതാണ്. യുവതലമുറയാണ് ഇന്ന് പ്രക്ഷോഭത്തിന് അല്ലെങ്കിൽ കലാപാഹ്വാനവുമായി രംഗത്തുള്ളത്. അവർ വളരെ അക്രമകരമായ രീതിയിലേക്ക് പ്രക്ഷോഭങ്ങളെ കൊണ്ടുചെന്നെത്തിക്കുന്നു എന്നുള്ളതാണ്. അതുതന്നെയാണ് ഫ്രാൻസിലും നമ്മൾ കണ്ടത്. അതുകൊണ്ടുകൂടിയാണ് പന്നിത്തലയിൽ ഉൾപ്പെടെ പ്രധാനമന്ത്രിയുടെ പേരെഴുതിക്കൊണ്ട് അവർ അക്രമത്തിന് ഒരു മുൻതൂക്കം നൽകുന്നത്. വ്യക്തമാണ്. താങ്ക് യു സർ.